ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى النبوة بعده فضي وهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിന്റെ പേരിൽ ഉണർത്തുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉമ്മത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന് 4 ഭാര്യമാരാണ്. അതിലൊന്നാമത്തെ ഭാര്യ ഖുതൈല എന്നവളാണ്. അവർക്കുള്ള 2 മക്കൾ അസ്മ റളിയല്ലാഹു അൻഹയും അബ്ദുള്ള റളിയല്ലാഹു അൻഹുവുമാണ്. രണ്ടാമത്തെ ഭാര്യ ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹയാണ്. അവരുടെ 2 കുട്ടികൾ ആയിഷ റളിയല്ലാഹു അൻഹയും അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവുമാണ്. മൂന്നാമത്തെ ഭാര്യ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹയാണ്. അവരുടെ കുട്ടി മുഹമ്മദാണ്. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇനി അവസാനമായി കൊണ്ട് അദ്ദേഹത്തിന്റെ 4ാമത്തെ ഭാര്യ, അവരുടെ പേര് ഹബീബ എന്നതാണ്. അവരും സ്വഹാബി വനിതയാണ്, അൻസാരിയാണ്, ഹബീബ റളിയല്ലാഹു അൻഹ. അവരിലുള്ള കുട്ടിയാണ് ഉമ്മു കുൽസൂം. മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ നേരത്ത് ഈ ഭാര്യ ഗർഭിണിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷമാണ് ഇവർ പ്രസവിക്കുന്നത്. എന്നാൽ വഫാത്തിന് തൊട്ടു മുമ്പേ ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മോളെ, നിന്റെ 2 സഹോദരിമാരെ നീ ശരിക്കും നോക്കണം. അപ്പൊ ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അസ്മ റളിയല്ലാഹു അൻഹ എന്ന സഹോദരി മാത്രമേ ഉള്ളൂ. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, മോളെ, നിന്റെ 2 സഹോദരിമാരെ നീ നേരാവണ്ണം പരിചരിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചതുപോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കറാമത്ത് പ്രകാരം അദ്ദേഹത്തിന് മനസ്സിലാക്കിയതുപോലെ അദ്ദേഹത്തിന്റെ ഹബീബ എന്ന ഭാര്യ പ്രസവിച്ചത് ഉമ്മു കുൽസൂം എന്ന പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് 4 ഭാര്യമാരിൽ 6 മക്കൾ. അതിൽ 3 ആൺകുട്ടികൾ, 3 പെൺകുട്ടികൾ. ഇനി അദ്ദേഹത്തിന്റെ പേരുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും രാഷ്ട്രീയപരമായ സംസാരങ്ങൾ മൂല്യരെ കീഴിൽ സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമികളായ സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ അതുപോലെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സാധാരണ നമ്മൾ പറയാറുള്ള പേര് അബൂബക്കർ എന്നുള്ളതാണ്. സാധാരണ അറബികൾ മക്കളിലേക്ക് ചേർത്തിയാണ് കുഞ്ഞിയത്ത് അഥവാ പുലിപ്പേര് സ്വീകരിക്കാറുള്ളത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ബക്കർ
എന്ന മകനിലേക്ക് ചേർത്തിയായിരിക്കണം അബൂബക്കർ എന്ന പേര് വിളിക്കേണ്ടത്. എന്നാൽ ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രകാരം നമ്മൾ മനസ്സിലാക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ബക്കർ എന്നൊരു കുട്ടിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അബൂബക്കർ എന്ന കുഞ്ഞിയത്ത് വിളിപ്പേര് അദ്ദേഹത്തിന് വന്നത്? ബക്കർ എന്ന് പറഞ്ഞാൽ നല്ല ചുവപ്പുള്ള, നല്ല ദുഷ്ടിയുള്ള, നല്ല ചുളുചുളുപ്പുള്ള ഒട്ടകക്കുട്ടികൾക്കാണ് ബക്കർ എന്ന് പറയാം. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ധീരനായിരുന്നു, ശക്തനായ പോരാളിയായിരുന്നു, തന്റെ ഗോത്രത്തിൽ പേരെടുത്ത് അറിയപ്പെട്ട വ്യക്തിയായിരുന്നു, ധീരതയുടെ വിഷയത്തിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ആ ധീരതയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബക്കർ എന്ന നാമം അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച നാമമാണത്. സൗർ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, യാ അബാ ബക്കർ, ഓ അബൂബക്കറെ, മാ വല്ലുക ബിസ്നൈൻ, രണ്ടാളുകളെ കുറിച്ച് എന്താണ് നിന്റെ ധാരണ? അല്ലാഹു സാലിസുഹുമാ, അവരുടെ കൂടെ മൂന്നാമനായിട്ടുള്ളത് അല്ലാഹുവാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ച പേര് തന്നെയാണ് അബൂബക്കർ എന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിനുള്ള പേരായിരുന്നു അതീഖ്. അതീഖ് എന്നത് ജാഹിലിയത്തിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുള്ള വിളിപ്പേരാണ്. അതീഖ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യമുള്ളത്, സുന്ദരമായത്, അല്ലെങ്കിൽ പുരാതനമായത് എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വരാൻ കാരണം? ചില ചരിത്രകാരന്മാർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്ന നാമമാണ് അതീഖ്. സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു അബൂബക്കർ. അതല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബ മഹിമ അതറിയിക്കുന്നതിന് വേണ്ടി, കുടുംബ സൗന്ദര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പേര് കൊടുത്തത് എന്ന്. ഏതായിരുന്നാലും ഇസ്ലാമിലേക്ക് വന്നതോടുകൂടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതീഖ് എന്ന നാമം അദ്ദേഹത്തിന് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ചരിത്രത്തിൽ കാണാം, അന്ന അബാ ബക്രിൻ ദഖല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ അരികിലേക്ക് പ്രവേശിച്ചു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അൻത അതീഖുല്ലാഹി മിനന്നാർ, നീ നരകത്തിൽ നിന്നും അല്ലാഹു മോചിപ്പിച്ച വ്യക്തിയാണ്. ഫയൗമഇദിൻ സുമ്മിയ അതീഖൻ, അന്ന് മുതൽ അദ്ദേഹത്തിന് അതീഖ് എന്ന പേര് വന്നു. അപ്പൊ അതീഖ് ജാഹിലിയത്തിലുള്ള പേരാണ്, എന്നാൽ ഇസ്ലാമിലേക്ക് വന്നപ്പോഴും ആ പേര് റസൂൽ സ്ഥിരപ്പെടുത്തി കൊടുത്തു. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവൻ എന്നൊക്കെ അതിന് വിശദീകരണങ്ങൾ നൽകിയതായി കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ മനസ്സിലാക്കിയിരുന്നു, അബ്ദുള്ള എന്നാണ്. അബ്ദുള്ള. എന്നാൽ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി അതീഖിനേക്കാൾ, അബ്ദുള്ളയേക്കാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടത് സിദ്ദീഖ് എന്ന നാമത്തിലാണ്. ചരിത്രത്തിൽ പല തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ സിദ്ദീഖ്, സത്യപ്പെടുത്തിയവൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം ഇസ്രാ മിഅ്റാജിന്റെ വേളയിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തായ ഇസ്രാ മിഅ്റാജ്, ആ യാത്ര കഴിഞ്ഞ് വന്ന് അത് മക്കയിൽ എല്ലാവരോടും റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു. എന്നാൽ കേൾക്കുന്നവരെല്ലാം അതിനെ കളവാക്കുകയും കളിയാക്കുകയും ചെയ്തു. മക്കയിൽ നിന്ന് 1000 കിലോമീറ്റർ അപ്പുറത്തുള്ള ബൈത്തുൽ മഖ്ദിസിലേക്ക് റസൂലുള്ളാഹി ഒരു രാത്രി കൊണ്ട് യാത്ര ചെയ്യുകയും അവിടെ നിന്ന് 7ാം ആകാശത്തേക്ക് കയറി പോവുകയും സുബ്ഹാകുന്നതിന് മുമ്പ് തിരിച്ച് മക്കയിലേക്ക് എത്തുകയും ചെയ്തു എന്ന വാർത്ത അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് അബൂജഹൽ, അയാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഹല്ലക ഇലാ സാഹിബി, എന്താണ് അബൂബക്കർ നിന്റെ കൂട്ടുകാരനെ കുറിച്ച് നിനക്ക് പറയാനുള്ളത്? യദ്ഉ അന്നഹു ഉസ്രിയ ബിഹി ലൈലത ഇലൽ ബൈത്തുൽ മഖ്ദിസ്, ഇന്നലെ രാത്രിയിൽ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി എന്നാണ് അവിടെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ട് ചോദിക്കുകയാണ്, അവഖാല ദാലിക്, മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ? മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം? നഅം, അബൂജഹൽ പറഞ്ഞു, അതെ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ലഖദ് സ്വദഖ, എങ്കിൽ അത് സത്യമാണ്, ഞാൻ അതിനെ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന രൂപത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു. അബൂജഹൽ ആശ്ചര്യത്തോടെ ചോദിക്കാണ്, അവ തുസദ്ദിഖുഹു അന്നഹു ദഹബ ലൈലത ഇലാ ബൈത്തുൽ മഖ്ദിസി വജാഅ ഖബ്ല അൻ യുസ്ബിഹ, അബൂബക്കറെ നീ സത്യപ്പെടുത്തിയോ? ബൈത്തുൽ മഖ്ദിസിലേക്ക് പോവുകയും സുബ്ഹാകുന്നതിന് മുമ്പ് തിരിച്ചു വരികയും ചെയ്തു എന്ന് പറഞ്ഞ ആ വാർത്ത അബൂബക്കറെ നീ സത്യപ്പെടുത്തിയോ? നിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുമോ? അതാണ് ചോദ്യം.
അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദ്യം, റസൂലിന്റെ വാക്ക് അബൂബക്കറെ നിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകൾ പോലും ആളുകൾ തള്ളിക്കളയുന്ന ഈ കാലഘട്ടത്തിൽ, ബുഖാരിയിലെ ഹദീസുകൾ പോലും തള്ളിക്കളയുന്ന ഈ കാലഘട്ടത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ മുഅ്ജിസത്ത് നടന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിന്റെ ബുദ്ധിക്ക് ആ വാക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? അബൂബക്കറിലേക്ക് ലഖദ് സ്വദഖ, ഞാൻ സത്യപ്പെടുത്തിയിരിക്കുന്നു. ഇന്നി ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക, ഇതിനേക്കാൾ വിദൂരമായ വാർത്ത സത്യപ്പെടുത്തിയവനാണ് ഞാൻ. ഉസദ്ദിഖുഹു ബിഖബ്രി സമാഇ ഫീ വുദൂഹിഹി ഔ റൗഹിഹി, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഏതാൻ ആകാശത്ത് നിന്ന് ജിബ്രീൽ മാനമിറങ്ങുകയും എന്റെ പ്രവാചകന് വഹി നൽകുകയും ചെയ്യുന്നു എന്ന വാർത്ത സത്യപ്പെടുത്തിയവനാണ് ഞാൻ. പിന്നെ എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ എന്താണ് പ്രയാസം? അവിടെ ചരിത്രം അബൂബക്കറിന് പേര് നൽകി സിദ്ദീഖ്, സത്യപ്പെടുത്തിയവൻ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം അബൂജഹലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയം അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് എന്ന് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അബൂജഹലാണ് ഈ വിഷയം എന്ന് പറയുന്നത്. ഈ പോയിന്റ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അബൂജഹൽ എന്ന് പറഞ്ഞാൽ ആരാ? ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്നറിയപ്പെട്ട ലഅനത്തുല്ലാഹി അലൈഹി വ്യക്തിയാണ് അബൂജഹൽ. ആ അബൂജഹൽ ഒരു വാർത്തയുമായി വന്നപ്പോൾ അത് റസൂലുള്ളാഹി പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ അബൂജഹലാണ് പറഞ്ഞത് നോക്കാതെ അത് സത്യപ്പെടുത്തുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞ നേരെ മനസ്സിലാക്കണം, അബൂജഹലാണ് വാർത്തയുമായി വന്നത്. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ ലഖദ് സ്വദഖ, സത്യപ്പെടുത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇന്നെന്താണ് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ? പരമ്പരകളായി ഏറ്റവും സ്വീകാര്യോഗ്യമായ ആളുകളിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ പോലും, ഏറ്റവും സ്വീകാര്യമായ സത്യസന്ധരായ മുഅ്മിനീങ്ങളായ ആളുകളിലൂടെ കണ്ണിമുറിയാതെ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ പോലും ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന എത്ര ആളുകൾ. അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ പ്രസിദ്ധനാകുന്നത്. രണ്ടാമത് സിദ്ദീഖ് എന്ന പേര് വരാൻ കാരണം ഹിജ്റ 6 സ്വഹാബത്ത് ഹുദൈബിയയിലേക്കുള്ള യാത്രയാണ്. ഹുദൈബിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ഉംറ ചെയ്യാൻ അതിയായ ആഗ്രഹത്തോടെ പിറന്ന നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് 6 വർഷങ്ങൾക്ക് ശേഷം പിറന്ന നാട് കാണാനുള്ള, ഉംറ ചെയ്യാനുള്ള, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി ബലിമൃഗങ്ങളുമായി മദീനയിൽ നിന്ന് സ്വഹാബത്ത് യാത്ര തിരിച്ചു. 1400 പേർ, ഏറിയാൽ 1500 പേർ. എങ്ങനെയാണ് യാത്ര? ബൈഅത്തുൽ റിദ്വാനിൽ മരത്തിന്റെ ചുവട്ടിലിരുന്ന് ജീവൻ ത്യജിക്കാനും തയ്യാറാണ് റസൂലേ, മരിക്കാനും ഇസ്ലാമിന് വേണ്ടി തയ്യാറാണ് എന്ന് പറഞ്ഞ് ബൈഅത്ത് ചെയ്തുകൊണ്ടാണ് യാത്ര. മക്കയിലെ മുശ്രിക്കീങ്ങൾ തടഞ്ഞു, പാടില്ല എന്ന് പറഞ്ഞു. ഈ വർഷം ഉംറ ചെയ്യാൻ പാടില്ല, അടുത്ത വർഷം ഉംറ ചെയ്യാം, ഈ വർഷം മടങ്ങിപ്പോകണം. അതിയായ ആഗ്രഹം കൊണ്ടുവന്ന സ്വഹാബത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അവർ സന്ധിയിൽ ഏർപ്പെട്ടു. ആ സന്ധിയിൽ ഉംറ ഈ വർഷം നിർവഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുത്തു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് രോഷം വല്ലാതെ കയറി. അദ്ദേഹം റസൂലുള്ളാഹിയോട് വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ് അലസ്നാ അലൽ ഹഖ്, അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ സത്യത്തിലല്ലയോ? വഹും അലൽ ബാത്തിൽ, അവർ അസത്യത്തിലല്ലയോ? അലൈസ ഖത്ലാനാ ഫിൽ ജന്ന, നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർ സ്വർഗത്തിലും, വഖത്ലാഹും ഫിന്നാർ, അവരിൽ നിന്ന് മരണപ്പെട്ടവർ നരകത്തിലുമല്ലയോ? എന്തിന് നമ്മൾ ഭീരുക്കളാകണം? എന്തിന് നമ്മൾ നിന്ദരാകണം? യാത്ര തിരിക്കണം റസൂലേ എന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആവശ്യം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രോഷം അടങ്ങുന്നില്ല. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് എത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അലൈസ ഹാദാ നബിയല്ലാഹി ഹഖ, അബൂബക്കറെ, ഇത് യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിന്റെ റസൂലല്ലേ? ഇത് സത്യസന്ധമായ റസൂലല്ലേ അബൂബക്കർ? അത് ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിൽ റസൂലിനെ കുറിച്ച് സംശയം കൊണ്ട് ചോദിക്കല്ല.
അടങ്ങാത്ത ആഗ്രഹവുമായി വന്ന ആ ആഗ്രഹം, ഈമാനികമായ രോഷം, അത് പുറത്തേക്ക് വന്ന രൂപമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യുഹർ റജുൽ, ഉമറേ, ഇന്നഹു റസൂലുള്ളാഹ്, ഇത് അല്ലാഹുവിന്റെ റസൂലാണ്. ഫസ്തംസിക് ബിഗർസിഹി ഹത്താ തമൂത്, മരണപ്പെടുന്നത് വരെ അവിടുത്തെ മുറുകെ പിടിച്ച് ജീവിച്ചോ. ഫവല്ലാഹി ഇന്നഹു അലൽ ഹഖ്, ഈ റസൂൽ സത്യത്തിൽ തന്നെയാണ്, അല്ലാഹുവാണ് സത്യം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ പ്രഖ്യാപിക്കുകയാണ്. അവിടെയും ചരിത്രം അദ്ദേഹത്തിന് പേര് നൽകി സിദ്ദീഖ്. പിന്നീട് ചരിത്രങ്ങളിൽ കാണാം, ഉമർ റളിയല്ലാഹു അൻഹു പിന്നീടുള്ള കാലം ഇതിൽ വല്ലാതെ ഖേദിക്കുകയും റസൂലിനോട് പറഞ്ഞ ആ അപമര്യാദയുടെ വാക്കിൽ വല്ലാതെ ഖേദിക്കുകയും ധാരാളമായി നോമ്പ് നോക്കുകയും അടിമയെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇതാണ് സിദ്ദീഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ പിന്നൊരു ചോദ്യമില്ല, പിന്നെ മറിച്ചൊരു ഉത്തരമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞോ, സ്വദ്ദഖ്തു, ഞാൻ അതിനെ സത്യപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ പ്രവാചകൻ സിദ്ദീഖ് എന്ന് പേര് വിളിച്ച മറ്റൊരു സന്ദർഭമാണ് റസൂലുള്ളാഹിയും അബൂബക്കറും ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹും അജ്മഈൻ ഉഹുദ് മലയുടെ മുകളിൽ കയറി. ഉഹുദ് മല വിറക്കാൻ തുടങ്ങി. അത് ഉഹുദ് മലയുടെ മുകളിൽ കയറിയ ഒരു സുന്നത്തോ ഒരു വാജിബോ ഒന്നുമല്ല, അവരങ്ങനെ കയറിയതാണ്. ആ സമയത്ത് ഉഹുദ് മല വിറക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഹുദേ, നീ അടങ്ങ്. ഫഇന്നമാ അലൈക നബിയ്യുൻ, നിന്റെ മുകളിൽ ഒരു നബിയാണുള്ളത്. വസുദ്ദീഖുൻ, ഒരു സിദ്ദീഖാണ്. വശഹീദാനി, ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹുമാ, രണ്ട് ഷഹീദുകളുമാണ്. അവിടെയും റസൂലുള്ളാഹി അദ്ദേഹത്തിന് പേര് നൽകിയത് സിദ്ദീഖ് എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ എത്ര തവണയാണ് സിദ്ദീഖിന്റെ മകളെ എന്ന് റസൂലുള്ളാഹി വിളിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്തിറക്കി, വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജില, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകേണ്ടതെല്ലാം നൽകുന്നുണ്ട്, എന്നാലും അവരുടെ ഹൃദയങ്ങൾ വിറക്കുകയാണ്. ഇതറിഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലദീന യശ്റബൂനൽ ഖംറ, റസൂലേ, അവരെന്താ മദ്യപിക്കുന്നവരാണോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടും എന്തുകൊണ്ടാണ് അവർ പേടിക്കുന്നത്? അഹും അല്ലദീന യശ്റബൂനൽ ഖംറ, അവർ മദ്യപിക്കുന്നവരാണോ? വയസ്രിഖൂൻ, അവർ മോഷ്ടിക്കുന്നവരാണോ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലിന്റെ മറുപടി, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, അങ്ങനെയല്ല. അവർ ഭയപ്പെടുന്നത് അല്ലാ യുതഖബ്ബല മിൻഹും, അവരിൽ നിന്ന് അല്ലാഹു അത് സ്വീകരിക്കുകയില്ലേ എന്നതുകൊണ്ടാണ്. അവിടെയും റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചത് സിദ്ദീഖിന്റെ മകളെ എന്നതാണ്. എല്ലാ വിഷയത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തിയ വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഒരു തർക്കമുണ്ടായി. അതിനിടയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരൽപ്പം മോശമായി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ചു. പിന്നീട് ഖേദം തോന്നി ഉമർ റളിയല്ലാഹു അൻഹു മാപ്പ് ചോദിച്ചു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു പുറത്തു കൊടുത്തില്ല. അബൂബക്കർ റളിയല്ലാഹു ബേജാറായി റസൂലിന്റെ അരികിലേക്ക് എത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, അമ്മാ ഇന്ന സാഹിബക ഖദ് ഗാമർ, ദാ നിങ്ങളെ സഹോദരൻ, നിങ്ങളെ കൂട്ടുകാരൻ അബൂബക്കറിന് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അരികിലെത്തി റസൂലിനോട് വിഷയം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറത്തു കൊടുക്കാൻ തയ്യാറായി. അബൂബക്കർ റളിയല്ലാഹു വീട്ടിലേക്ക് ചെന്നു. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അവിടെ ഇല്ല, റസൂലിന്റെ സദസ്സിലേക്ക് എത്തി. ഉമർ റളിയല്ലാഹു അൻഹു വേഗം റസൂലിന്റെ അരികിലേക്ക് എത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവക്കാൻ തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിലായി വിഷയം ഗൗരവമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വരവ് കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ലഅന കുന്തു അദ്ലം, റസൂലേ, ഞാനാണ് തെറ്റ് ചെയ്തത്, ഉമർ തെറ്റ് ചെയ്തിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ റളിയല്ലാഹു പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അരികിലെത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടായി പറഞ്ഞു, ഹൽ അൻതും താരിഖൂ ലി സാഹിബി, എന്റെ കൂട്ടുകാരനെ ഉപദ്രവിക്കാതെ നിങ്ങൾക്കൊന്ന് വിട്ടുകൂടെ? എന്റെ അബൂബക്കറിനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എന്റെ അബൂബക്കറിനെ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് വിട്ടേച്ചുകൂടെ
എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ജനങ്ങളെ ഞാൻ നിങ്ങളിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളെല്ലാവരിലേക്കുമുള്ള റസൂലാണ്. പക്ഷെ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു കദബ്ത, നീ പറയുന്നത് കളവാണ്. എന്നാൽ അബൂബക്കർ പറഞ്ഞു സ്വദഖ്ത, നീ പറയുന്നത് സത്യമാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്പെടുത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന നാമകരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു പേരായിരുന്നു സ്വാഹിബ്. സ്വാഹിബ് എന്ന അദ്ദേഹത്തിന്റെ നാമകരണം അത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതാണ്. സൗറുഹയിൽ അവരിയ്ക്കുന്ന സന്ദർഭത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, ഇത് യഖൂലു ലിസ്വാഹിബിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വാഹിബിനോട് പറഞ്ഞു, അത് അബൂബക്കറാണ്. അബൂബക്കറിനോട് പറഞ്ഞു, ലാ തഹ്സൻ, പേടിക്കണ്ട, ഇന്നല്ലാഹ മഅന, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു നാമമായിരുന്നു അൽ അത്ഖ. അത്ഖ അതും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നാമമാണ്. ഏറ്റവും കൂടുതൽ തഖ്വ പാലിച്ചവൻ. സൂറത്തുൽ ലൈലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് ലഭിച്ച മറ്റൊരു വിശേഷണമാണ് അവ്വാഹ്. ഇങ്ങനെ ധാരാളം പേരുകളിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ അലി റളിയല്ലാഹു അൻഹുവിന് സ്ഥാനം നൽകിയവരാണ് ഷിയാക്കൾ. എന്നാൽ അഹ്ലു സുന്നത്തിന്റെ വിശ്വാസത്തിനെതിരാണ് ആ വിശ്വാസം. ചില പണ്ഡിതന്മാർ ഇത്രത്തോളം പറഞ്ഞു, ഫമൻ ഫദ്ദലഹു അലാ അബീ ബക്രിൻ വ ഉമറ, അബൂബക്കറിനേക്കാളും ഉമറിനേക്കാളും ഉമറിനെ അബൂബക്കറിനേക്കാൾ ശ്രേഷ്ഠനാക്കിയാൽ ജുലിദ ബിമുഖ്തലാ ഖൗലിഹി 80 സൗത, ആ വാക്കുകൊണ്ട് മാത്രം അവനെ 80 അടി അടിക്കണം. എത്ര ഗൗരവമുണ്ട്! അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമാണ്. ഇനി അദ്ദേഹത്തിന്റെ രൂപത്തെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എപ്രകാരമായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതി? ചരിത്രങ്ങളിൽ കാണാം, റജുലുൻ അബിയദ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു വെളുത്ത ശരീരപ്രകൃതിയുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ നഹീഫുൻ, മെലിഞ്ഞ ശരീരമുള്ള വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ്. അജ്നഉ, മുതുകിനെ വളവുള്ള വ്യക്തിയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. മഅറൂഖത്തുൽ വജ്ഹ്, മുഖത്ത് മാംസമില്ലാത്ത രൂപത്തിൽ, അഥവാ അത്രയും ശരീരത്തിലേക്ക് മാംസം ഒട്ടിയ രൂപത്തിൽ അത്രയും മെലിഞ്ഞ വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എത്രത്തോളം എന്ന് വെച്ചാൽ ലാ യസ്തംസികു ഇസാറുഹു യസ്തർഖി അൻ ഹഖവൈഹി, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അദ്ദേഹത്തിന്റെ വസ്ത്രം നിൽക്കാതെ അത് അരക്കെട്ടിൽ നിന്ന് താഴ്ന്നു പോകുമാറ് അത്രയും മെലിഞ്ഞ വ്യക്തിയായിരുന്നു. ഹദീസിൽ തന്നെ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ജറ തൗബഹു ഖുയലാഅ ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, അഹങ്കാരത്തോടുകൂടി ആരെങ്കിലും വസ്ത്രം ഞെരിയാണിക്ക് താഴെ വലിച്ചു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നോക്കുകയില്ല. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന അഹദ ശിഖ്ഖൈ തൗബി യസ്തർഖി, റസൂലേ, എന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം അത് താഴോട്ട് ഇറങ്ങാറുണ്ട്. അഥവാ അദ്ദേഹം അറിയാതെ, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആ തടിയില്ലാത്ത അവസ്ഥ കാരണം അത് അറിയാതെ നിലത്തോട്ട് പോകാറുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നക ലസ്ത തസ്നഉ ദാലിക ഖുയലാ, അബൂബക്കറെ, താങ്കൾ അത് അഹങ്കാരത്തോടു കൂടി ചെയ്യുന്നതല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്ന വിഷയം, പല ആളുകളും ഈ ഹദീസിനെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. എന്താണ് അവർ പറയാറുള്ളത്? ഞെരിയാണിക്കടയിൽ വസ്ത്രം ധരിക്കാൻ പ്രശ്നമില്ല, അഹങ്കാരമില്ലാതിരുന്നാൽ മതി. എന്താണ് തെളിവ്? അബൂബക്കറിന്റെ ഹദീസാണ് തെളിവ്. അബൂബക്കർ കണ്ടില്ലേ, ഞെരിയാണിക്ക് താഴെ വലിച്ചു വെച്ചായിരുന്നു വസ്ത്രം ധരിച്ചിരുന്നത്. റസൂലുള്ളാഹിയോട് പരാതി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇത് അഹങ്കാരത്തോടല്ലേ ചെയ്യുന്നത്, പിന്നെ എന്താ പ്രശ്നം, അങ്ങനെ ധരിച്ചോ എന്ന് റസൂൽ അനുവാദം നൽകി എന്ന് പറഞ്ഞ് ഈ ഹദീസിനെ പല ആളുകളും ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുടെ ശറഹുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ശക്തമായ റദ്ദുകൾ, അഥവാ ശക്തമായ മറുപടികൾ അവരതിന് നൽകിയതായി കാണാൻ സാധിക്കും. ഒരിക്കലും ആ രൂപത്തിൽ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ അഹ്ലുൽ സുന്നത്തിന്റെ പണ്ഡിതന്മാരില്ല. പിന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഞെരിയാണിക്ക് താഴെ അഹങ്കാരത്തോടെ അല്ലാതെ വസ്ത്രം ധരിച്ചാൽ ഹറാമാണ്, അഹങ്കാരത്തോടെയാണെങ്കിൽ ശക്തമായ ഹറാമാണ്. അപ്പൊ രണ്ടും ഹറാമാണ്. അഹങ്കാരം ഉണ്ടെങ്കിൽ അതിന്റെ ശക്തി കൂടി, അല്ലെങ്കിൽ
അപ്പോഴും ഹറാമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഫിന്നാർ, ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ അത് നരകത്തിലാണ് എന്നതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ, മൂന്നാളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. അവരിലേക്ക് അല്ലാഹു നോക്കൂല, അവരെ അല്ലാഹു സംസ്കരിക്കൂല, അവരോട് അല്ലാഹു സംസാരിക്കൂല, അവർക്ക് വേദനിക്കുന്ന ശിക്ഷയുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ സ്വഹാബി അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഖാബു വഖസിറു, അവർ നശിച്ചുപോയി, ആരാണവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞു, അതിലൊന്ന് അൽ മുസ്ബിൽ, തന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ വിരിച്ച് വെച്ച് നടക്കുന്നവനാണ്. അത്രയും ഗൗരവമുള്ള വിഷയമാണ് ഞെരിയാണിക്കടയിൽ വസ്ത്രം ധരിക്കുക എന്നുള്ളത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അറിയാതെ അങ്ങനെ പോകുമായിരുന്നു, അറിയുമ്പോൾ അത് കയറ്റി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ നെറ്റിത്തടം വിശാലമായ നെറ്റിത്തടമായിരുന്നു, ഒരൽപ്പം വിശാലതയുള്ള നെറ്റിയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അത് രണ്ട് ഗുഹയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കുഴിഞ്ഞിട്ടായിരുന്നു, അഥവാ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒട്ടിയ ശരീരം മാംസം കാരണം രണ്ട് കണ്ണുകൾ അത് ഉള്ളിലേക്ക് കുഴിഞ്ഞ രൂപത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ മൂക്ക് അറബികളുടെ മൂക്കായിരുന്നു. അറബികളുടെ മൂക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മൂക്ക് ഒരൽപ്പം നീളത്തിൽ, എന്നാൽ അതിന്റെ അറ്റത്ത് ഒരൽപ്പം തടിയുള്ള രൂപത്തിൽ, അങ്ങനെയുള്ള മൂക്കായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ. അപ്പൊ ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരപ്രകൃതി. ഇനി പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക രംഗം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്പത്ത് ചെലവഴിച്ചത്? ഇസ്ലാമിന് വേണ്ടി അദ്ദേഹത്തിന്റെ സമ്പത്ത് അദ്ദേഹം എങ്ങനെ വിനിയോഗിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൊക്കെ അതിന്റെ പ്രാധാന്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇസ്ലാമിലേക്ക് വരുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനായിരുന്നു. 40,000 സ്വർണ്ണ നാണയങ്ങൾ സ്വന്തമായി ഉണ്ടായിരുന്ന ധനാഢ്യൻ, കോടീശ്വരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അന്നത്തെ 40,000 സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മില്യനെയറാണ്. അങ്ങനത്തെ വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നാൽ അദ്ദേഹം മരണപ്പെടുമ്പോൾ 6,000 ദിർഹം കടക്കാരനാണ് എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും. മരണപ്പെടുന്ന സമയത്ത് കയ്യിലുള്ള സമ്പാദ്യം ഒരൊട്ടകം. ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒരു ദൂരയാത്രക്ക് പറ്റുന്നതോ അല്ലെങ്കിൽ യുദ്ധത്തിന് പറ്റുന്നതോ ഒന്നുമല്ല, കൃഷിക്ക് പറ്റുന്ന, അതുപോലെ വെള്ളം കൊണ്ടുവരാൻ പറ്റുന്ന, അങ്ങനെ ചെറിയ യാത്രക്ക് പറ്റുന്ന ഒരു മെലിഞ്ഞൊട്ടിയ ഒരൊട്ടകം. അതുപോലെ തന്നെ ഒരടിമ. അടിമ എന്ന് പറഞ്ഞാൽ കരുത്തനായ ബലിഷ്ഠനായ അടിമയല്ല, സാധാരണ രൂപത്തിലുള്ള ഒരടിമ. ഇത് രണ്ടും മാത്രമാണ് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണസമയത്തെ സമ്പാദ്യം. ഇത് രണ്ടും തന്നെ ഖലീഫയായതിന്റെ പേരിൽ ബൈത്തുൽ മാലിൽ നിന്ന് ലഭിച്ച സഹായമാണ്. അതുകൊണ്ട് തന്നെ മരണപ്പെടുന്നതിന് മുമ്പ് മകൾ ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വസിയത്ത്, മോളെ ഇത് രണ്ടും നീ ഉമറിനെ ഏൽപ്പിക്കണം. ഉപ്പാക്ക് ബൈത്തുൽ മാലിൽ നിന്ന്, ഗവൺമെന്റിൽ നിന്ന് ലഭിച്ച ഈ രണ്ട് സമ്പാദ്യവും ബൈത്തുൽ മാലിലേക്ക് തന്നെ തിരിച്ചടക്കണം എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുനിയാവിനോടുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വരെയായിരുന്നു. അതിനുശേഷം അവരുടെ പോരാട്ടങ്ങളും അവരുടെ സ്വപ്നങ്ങളും അവരുടെ ത്യാഗങ്ങളുമെല്ലാം സ്വർഗത്തിന് വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തനിക്ക് ഗവൺമെന്റിൽ നിന്ന് ലഭിച്ച മുഴുവൻ സമ്പത്തും ഗവൺമെന്റിലേക്ക് തന്നെ മരണപ്പെടുന്നതിന് മുമ്പ് തിരിച്ചു കൊടുക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിലാൽ ഉമയ്യയുടെ ശക്തമായ പീഡനങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്. ബിലാൽ ആരെങ്കിലും ഒന്ന് മോചിപ്പിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. അദ്ദേഹം ഉമയ്യയുടെ അരികിലേക്ക് എത്തി. ചെല്ലുമ്പോൾ കാണുന്നത് നമുക്കറിയാം, ശക്തമായ പീഡനങ്ങളാണ്. നഗ്നനാക്കി, വസ്ത്രമെല്ലാം ഉരിഞ്ഞ്, ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിൽ സൂര്യനെ സാക്ഷിയാക്കി, കഴുത്തിൽ കയറിട്ട് വലിയ പാറക്കല്ലുകൾ ശരീരത്തിൽ കയറ്റിവെച്ച് ശക്തമായി വലിക്കുന്നു. വെള്ളം വെള്ളമെന്ന് ചോദിക്കുമ്പോൾ വായിലേക്ക് കാർക്കിച്ച് തുപ്പുന്ന രംഗങ്ങൾ. ലാത്തെ വിളിക്കട, ഉസ്സയെ വിളിക്കട, മനാത്തെ വിളിക്കട എന്ന് പറയുമ്പോൾ അഹദ് അഹദ്, ഏകൻ ഏകൻ എന്ന് വിളിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണ് നനച്ചുകൊണ്ട് പറഞ്ഞു, അഹദുൻ യുൻജീക്, ബിലാൽ നീ പറയുന്ന അഹദുണ്ടല്ലോ, നീ വിളിക്കുന്ന അഹദുണ്ടല്ലോ, ആ സർവശക്തനായ അഹദ് നിന്നെ രക്ഷിക്കും ബിലാൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ഉമയ്യ വിൽക്കാൻ ഒരുക്കമാണോ എന്റെ ബിലാലിനെ? ഉമയ്യയുടെ മറുപടി, അബൂബക്കർ നിനക്കെന്തിനാണ് ബിലാലിനെ? ഞാൻ ഉപദ്രവിച്ച് ശരീരത്തിലെ ചോര മുഴുവൻ പറ്റി ഒരു ഹൈറുമില്ലാത്ത, ഒരു ചുമട് പോലും വഹിക്കാൻ കഴിയാത്ത ഈ ബിലാലിനെ നിനക്ക് എന്തിനാണ്? അബൂബക്കർ എന്നെ ചോദ്യം ആവർത്തിച്ചു, നീ ഒരുക്കമാണോ ഉമയ്യ എന്റെ ബിലാലിനെ വിൽക്കുവാൻ? ഉമയ്യ പറഞ്ഞു, ശരി, 5 ഉഖ്യ നൽകിയാൽ ഉമയ്യയെ കൊണ്ടുപോകാം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പോലെയുള്ള കാഫിരികളായ അടിമകൾക്ക് അന്ന് അറബികൾ കണ്ടിരുന്ന വില 1/2 ഉഖ്യയാണ്. പരിഹാസപൂർവം ഉമയ്യ ചോദിക്കുകയാണ്, 5 ഉഖ്യ നൽകിയാൽ ബിലാലിനെ കൊണ്ടുപോകാം. അബൂബക്കർ പറഞ്ഞു, ശരി, 5 ഉഖ്യ നൽകാം. സമ്പത്ത് നൽകി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചു. മക്കയിലാകെ വാർത്ത വരുന്നു, 5 ഉഖ്യ എന്ന വലിയ സംഖ്യ നൽകി ബിലാലിനെ എന്തിന് അബൂബക്കർ മോചിപ്പിച്ചു? അബൂ ഖുഹാഫ ഉപ്പയാണ്, അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അബൂബക്കറിന്റെ അരികിലേക്ക് വന്ന് ചോദിക്കാണ്, അബൂബക്കർ നിനക്കെന്താണ് ഭ്രാന്തുണ്ടോ? 5 ഉഖ്യ എന്ന വലിയ സംഖ്യ നൽകി എന്തിന് ബിലാലിനെ മോചിപ്പിക്കണം? എങ്കിൽ കരുത്തന്മാരായ ആളുകളെ മോചിപ്പിച്ചുകൂടെ? എങ്കിൽ നിനക്കൊരു സഹായമാകില്ലേ? ചില ആളുകൾ പറഞ്ഞു, ബിലാൽ പണ്ട് അബൂബക്കറിന് എന്തോ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്, അതിന് പ്രത്യുപകാരമായിക്കൊണ്ടാണ് അബൂബക്കർ മോചിപ്പിച്ചത്, അല്ലാതെ 5 ഉഖ്യ നൽകിയിട്ടൊന്നും അബൂബക്കർ മോചിപ്പിക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾ പറഞ്ഞു, അബൂബക്കറിന്റെ തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. മക്കയിലാകെ കുപ്രചരണങ്ങൾ പരന്നപ്പോൾ അതിന് മറുപടി ഇറങ്ങിയത് 7ാം ആകാശത്ത് നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽയുസ്റാ എന്ന് തുടങ്ങിയ ആയത്തുകൾ ഇറക്കി. വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅ്തി മാലഹു യതസക്കാ വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅലാ. അത്യുന്നതനായ റബ്ബിന്റെ തൃപ്തിയല്ലാതെ അയാൾ ആഗ്രഹിക്കുന്നില്ല, പ്രത്യുപകാരത്തിന് പകരമായല്ല. അബൂബക്കറിന്റെ ആ മോചിപ്പിക്കൽ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയെന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും. ഇസ്ലാമിലേക്ക് എത്തി അധിക കാലം കഴിഞ്ഞിട്ടില്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു ദാരിദ്ര്യത്തിലേക്ക് എത്തുവാൻ. ഞാൻ പറഞ്ഞു, ഇസ്ലാമിലേക്ക് എത്തുന്ന സമയത്ത് 40,000 സ്വർണ്ണ നാണയങ്ങൾ സ്വന്തമായി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. എന്നാൽ ഹിജ്റയുടെ സമയമായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ സമ്പത്ത് 5000 ദിർഹമാണ്. ഹിജ്റയുടെ സമയമായപ്പോഴേക്ക് തന്റെ സമ്പത്തിന്റെ 3/4% ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. ഇനി ഹിജ്റ എങ്ങനെയാണ്? ഹിജ്റയിൽ അദ്ദേഹത്തിന്റെ സമ്പത്തും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് റസൂലുള്ളാഹിയുടെ ഹിജ്റയിൽ ഉടനീളം. ശക്തമായ നട്ടുച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിന്റെ വീട്ടിലേക്ക് എത്തി. അബൂബക്കറെ, ഒരു കാര്യം പറയാനുണ്ട്, വീട്ടുകാരോടൊക്കെ പുറത്തു പോകാൻ പറയണം. അബൂബക്കറിന്റെ പറഞ്ഞു, റസൂലെ, ഇവിടെ നിങ്ങളെ കുടുംബക്കാരെന്നുള്ളു, ആയിഷയാണില്ലത്, അസ്മയാണില്ലത്, പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് പറയാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ, ഹിജ്റക്കുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട്. എന്റെ കൂടെ ഹിജ്റക്ക് അനുവാദം ലഭിച്ചത് അബൂബക്കർ താങ്കൾക്കാണ്. അബൂബക്കറിന്റെ പറയുകയാണ്, റസൂലെ, 2 ഒട്ടകങ്ങളെ ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. എനിക്കറിയാം, താങ്കൾ പറഞ്ഞിരുന്നില്ലേ താങ്കളുടെ കൂടെ ഹിജ്റക്ക് ഒരു കൂട്ടുകാരനെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? എനിക്കറിയാമായിരുന്നു അത് അബൂബക്കറിനെ താങ്കൾ തിരഞ്ഞെടുക്കും. 2 ഒട്ടകങ്ങളെ ഞാൻ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് റസൂലെ, നമുക്കതിന് യാത്ര ചെയ്യാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സന്തോഷം കൊണ്ട് ഒരാളുടെ കണ്ണ് നനയുമെന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കരയുകയായിരുന്നു. ഇനി ആ ഹിജ്റയുടെ വേള പരിശോധിക്കുമ്പോൾ അവിടെ മുഴുവൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിലേക്കും സൗർ ഗുഹയിലേക്ക് യാത്ര തിരിച്ചു. അവർ സൗർ ഗുഹയിലെത്തി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിലേക്കും ഭക്ഷണം കൊണ്ടുകൊടുത്തിരുന്നത് അസ്മ റളിയല്ലാഹു അൻഹയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭൃത്യൻ ആമിർ ഇബ്നു ഫുഹൈറയുടെ പണിയായിരുന്നു അവർ നടന്നുപോയതിന്റെ കാൽപ്പാടുകൾ മായ്ച്ചു കളയുക. പകലിൽ
മക്കക്കാരുടെ ഇടയിൽ ചുറ്റി നടക്കുകയും രാത്രിയിൽ വിവരങ്ങൾ നൽകുകയും ചെയ്യേണ്ട പണി മൂത്ത മകൻ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കറിനായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകമാണ് യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. യാത്രയിൽ റസൂലുള്ളാഹിയുടെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹിജ്റയിലുടനീളം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. അബൂജഹൽ ഇനാം പ്രഖ്യാപിച്ചു. റസൂലുള്ളാഹിയും അബൂബക്കറും ഹിജ്റ പോയിട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അബൂജഹൽ ഇനാം പ്രഖ്യാപിച്ചു. മുഹമ്മദിനെ കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം. ആളുകൾ ഓരോ വീടിലേക്കും കയറി അന്വേഷിക്കുന്നുണ്ട്. അബൂജഹൽ നേരെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് എത്തി. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൾ അസ്മ റളിയല്ലാഹു അൻഹ വാതിൽ തുറന്നു. ഐന അബൂബക്കർ, അബൂബക്കർ എവിടെ? അസ്മ റളിയല്ലാഹു പറഞ്ഞു, ലാതിരി, അറിയൂല. അത് നുണ പറഞ്ഞതല്ല. ആ സമയത്തും അബൂബക്കർ റളിയല്ലാഹു അൻഹു എവിടെയാണ് എന്ന് അസ്മ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയുകയില്ല. ചരിത്രത്തിൽ കാണാം, ലാ തദ്രി, നിനക്കറിയുകയില്ല എന്ന് പറഞ്ഞ് അബൂജഹൽ ശക്തമായി അസ്മ റളിയല്ലാഹു അൻഹയുടെ മുഖത്തേക്ക് അടിച്ചു. റിപ്പോർട്ടുകളിൽ കാണാം, അസ്മ റളിയല്ലാഹു അൻഹയുടെ കാതിലും ആ കാതിൽ തൂങ്ങിക്കിടക്കുന്ന ചെവിയുടെ അറ്റവും അത് തെറിച്ചുപോയി ചോര വാർന്നൊലിക്കാൻ തുടങ്ങി. അതിനുശേഷം അബൂജഹൽ യാത്ര തിരിച്ചു. എന്നാലും പരാതിയൊന്നുമില്ല. ഞങ്ങളെ 2 പെണ്ണുങ്ങളോട് ഒറ്റക്കാക്കിയിട്ട് ഉപ്പങ്ങനെ ദീനിനു വേണ്ടി പോയിക്കാട്, ഞങ്ങൾ കാര്യത്തിലും ശ്രദ്ധയല്ല. അസ്മ റളിയല്ലാഹു അൻഹയ്ക്ക് പരാതിയൊന്നുമില്ല. അതിനുശേഷം അബൂ ഖുഹാഫ വല്ലിപ്പയാണ്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഉപ്പയാണ്. അബൂ ഖുഹാഫ വന്നു. എന്നിട്ട് ചോദിച്ചു, അബൂബക്കർ ഇറങ്ങിപ്പോയില്ലേ? മുഹമ്മദ് വന്ന് വിളിച്ചപ്പോ അബൂബക്കർ ഇറങ്ങിപ്പോയില്ലേ? 2 പെൺമക്കളല്ലേ, തിന്നാനുള്ള വകയെങ്കിലും അബൂബക്കർ ബാക്കി വെച്ചിട്ടുണ്ടോ? അസ്മ റളിയല്ലാഹു അൻഹ നേരെ വീടിന്റെ പിറകിലേക്ക് പോയി ഒരു ചെറിയ തുണിയിൽ കുറച്ച് കല്ലുകൾ കൂട്ടിവെച്ച് അതൊരു ചെറിയ കിഴിയാക്കി അബൂ ഖുഹാഫിന്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് കിലുക്കിയിട്ട് പറഞ്ഞു കൊടുത്തു, ഇത് മുഴുവൻ ഞങ്ങളുടെ ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചതാണ്. വലിയപ്പ ബേജാറാവേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കുള്ള സമ്പാദ്യം ഞങ്ങളുടെ ഉപ്പ ഒരുക്കി വെച്ചിരുന്നതാ, ഇത് മുഴുവൻ ഞങ്ങൾക്കുള്ള സമ്പാദ്യമാണ്. വലിയപ്പാക്ക് വേണമെങ്കിൽ പോകാം. അതാണ് സ്വഹാബ വനിതകളുടെ അഭിമാനബോധം. എന്റെ ഉപ്പയോ സ്വഹാബത്തോ ഇസ്ലാം ദീനോ ഒരാളുടെ മുന്നിലും ചെറുതാകരുത് എന്ന സ്വഹാബ വനിതകളുടെ ഇസ്ലാമിലുള്ള അഭിമാനബോധമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പുറപ്പെട്ടു. ആ ഹിജ്റയുടെ വേള സൗർ ഗുഹ പറയുമ്പോൾ 1-2 കാര്യം പ്രത്യേകം സൂചിപ്പിക്കാണ്ട്. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന പല ചരിത്രങ്ങളുമുണ്ട്. സൗർ ഗുഹയിലേക്ക് എത്തി. രാത്രിയാണ്. അബൂബക്കർ ആദ്യം ഉള്ളിലേക്ക് പ്രവേശിച്ചു. മാളങ്ങളെല്ലാം വസ്ത്രം കൊണ്ട് അടച്ചു. അവസാനം ഒരു മാളം മാത്രം അടക്കാണ്ടായിരുന്നു. അവിടെ അബൂബക്കർ തുണിയില്ല. അപ്പൊ കാലുകൊണ്ട് കുത്തിപ്പിടിച്ചു. അപ്പൊ ഒരു പാമ്പ് കുത്തി. കണ്ണിൽ അബൂബക്കറിന്റെ വെള്ളം വന്നു. റസൂൽ തുപ്പലം കൊണ്ട് ശിഫയാക്കി. ഈ ചരിത്രം പ്രസിദ്ധമായ ചരിത്രമാണ്. പക്ഷേ സ്വഹീഹായ രൂപത്തിൽ അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അത് ദുർബലമായ ചരിത്രമാണ്. അതുപോലെ നമ്മൾ കേട്ട് പരിചരിച്ച മറ്റൊരു ചരിത്രമാണ്, മക്കയിലെ മുശ്രിക്കീങ്ങൾ വന്നു നോക്കിയപ്പോൾ സൗർ ഗുഹയുടെ മുന്നിൽ 8 കാല് വല കെട്ടിയിട്ടുണ്ട്. അപ്പൊ മുശ്രിക്കുകൾക്ക് മനസ്സിലായി കുറേ കാലമായി ഇവിടെ ആരുമില്ല, അതുകൊണ്ട് തിരിച്ചു പോകാം. നമ്മൾ കേട്ട് പരിചരിച്ച ചരിത്രമാണ്. എന്നാൽ ആ ചരിത്രവും ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടില്ല. അതിൽ നിന്നും വ്യക്തമായ സ്വഹിയായ സനദുകൾ ഉദ്ധരിക്കപ്പെട്ടതെല്ലാം ദഈഫ്. അതുപോലെ പ്രാവ് കൂടുകൂട്ടിയ കഥ, ഇതെല്ലാം ദഈഫാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞു, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹ് നൂദിയ മിൻ അബ്വാബിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരുപോലുള്ള 2 കാര്യങ്ങൾ ചെലവഴിച്ചാൽ സ്വർഗീയ കവാടങ്ങളിലൂടെ അവന് വിളിക്കപ്പെടും. അഥവാ ഒരാൾക്ക് 2 വീടുകളുണ്ട്. ഒന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു, ഒന്ന് നമുക്ക് വേണ്ടി പിടിച്ചു വെച്ചു. അങ്ങനല്ല, 2ഉം അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു. ഒരാൾക്ക് 2 വസ്ത്രങ്ങളുണ്ട്, 2ഉം അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു. ഒരാൾക്ക് 2 ജോഡി ചെരുപ്പുണ്ട്, 2ഉം അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു. അങ്ങനെ ഒരുപോലുള്ള 2 സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അവനെ സ്വർഗീയ കവാടങ്ങളിലൂടെ വിളിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. യാ അബ്ദുല്ലാഹ് യാ ഖൈർ ഫമൻ കാന മിൻ അഹ്ലി സ്വലാത്ത് ദുഇയ മിൻ ബാബി സ്വലാത്ത്. നിസ്കാരത്തിന്റെ ആളാണെങ്കിൽ നിസ്കാരത്തിന്റെ വാതിലൂടെ, ജിഹാദിന്റെ ആളാണെങ്കിൽ ജിഹാദിന്റെ വാതിലൂടെ, നോമ്പിന്റെ ആളാണെങ്കിൽ നോമ്പിന്റെ വാതിലൂടെ, സ്വതക്കയുടെ ആളാണെങ്കിൽ സ്വതക്കയുടെ വാതിലൂടെ, ഇങ്ങനെ ഓരോന്നിലൂടെയും വിളിക്കപ്പെടും. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫഹൽ യുദ്ആ അഹദുൻ മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ. റസൂലെ, എല്ലാ വാതിലൂടെയും ആരെങ്കിലും വിളിക്കുമോ? എല്ലാ വാതിലൂടെയും ആർക്കെങ്കിലും പ്രവേശിക്കാൻ സാധിക്കുമോ? റസൂലുള്ളാഹി പറഞ്ഞു, നഅം അർജു അൻ തകൂന മിൻഹും.
അബൂബക്കർ താങ്കൾ അതിൽപ്പെട്ടവരാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്വർഗത്തിന്റെ മുഴുവൻ കവാടങ്ങളിലൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്ന വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വഹാബത്തിനോട്, സ്വഹാബ ഇന്നലെ സ്വപ്നം കണ്ടു. ഇന്നലത്തെ സ്വപ്നം സ്വർഗമായിരുന്നു. ഇന്നലെ കണ്ട സ്വപ്നങ്ങളിൽ സ്വർഗീയ ചിത്രങ്ങളാണ് സ്വഹാബ കണ്ടത്. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു, അവിടുത്തെ കാഴ്ചകൾ കണ്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, റസൂലേ താങ്കൾക്ക് എന്നെ കൂടി കൂട്ടാമായിരുന്നില്ലേ? അബൂബക്കറിനും ആഗ്രഹമുണ്ട് റസൂലേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ. ആ സ്വപ്നത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ സ്വപ്നത്തിൽ എന്നെയും കൂട്ടാമായിരുന്നില്ല, അബൂബക്കറിനും ആഗ്രഹമുണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ ഞാൻ സ്വർഗം കണ്ടപ്പോൾ എന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അങ്ങയെയാണ് കണ്ടത് എന്ന് പറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും സ്വർഗം നേടിയെടുക്കുവാൻ മഹാനായ സ്വഹാബിക്ക് സാധിച്ചു. തബൂക്കിന്റെ വേള ഇസ്ലാം ഏറെ പ്രയാസപ്പെട്ട ഒരു സന്ദർഭമാണ്. ഹിജ്റയുടെ 9-ലാണ് തബൂക്ക് നടക്കുന്നത്. മദീനയിലാകെ ഈത്തപ്പന മരങ്ങൾക്ക് രോഗം ബാധിച്ച് വിഷപ്പടക്കാനുള്ള ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് സ്വഹാബത്തുള്ളത്. വിഷപ്പടക്കാനുള്ള ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥ. മദീനയിൽ നിന്ന് 600 കിലോമീറ്ററുകൾക്കപ്പുറത്താണ് തബൂക്കുള്ളത്. സ്വഹാബത്തിന് യാത്ര തിരിക്കാൻ വാഹനങ്ങളില്ല, വിഷപ്പടക്കാൻ ഭക്ഷണങ്ങളില്ല. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സ്വഹാബ നിങ്ങൾക്ക് എന്താണോ സാധിക്കുക ഇസ്ലാമിന് വേണ്ടി ചെയ്യണം. ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് മനസ്സിൽ വിചാരിച്ചു, എല്ലാ സമയത്തും അബൂബക്കറാണ് മുന്നിൽ. എന്തൊരു നന്മയുണ്ടെങ്കിലും ഉമറിനേക്കാൾ മുന്നിൽ അബൂബക്കറാണ്. ഈ സമയത്ത് അബൂബക്കറിനെ ഒന്ന് തോൽപ്പിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്കെത്തി തന്റെ സ്വത്ത് 2ആയി ഭാഗിച്ച് പകുതി ഇസ്ലാമിന് വേണ്ടി കൊടുത്തു. റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് ഉമർ വീട്ടിൽ ബാക്കിയുള്ളത്? മിസ്ലഹ, റസൂൽ ഇതുപോലൊന്ന് ബാക്കിയുണ്ട്, അഥവാ പകുതി കൊണ്ടുവന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തുമായി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂബക്കർ എന്താണ് ബാക്കിയുള്ളത്? അബൂബക്കറിന്റെ മറുപടി, അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂലഹു, റസൂലെ അല്ലാഹുവിലും റസൂലിലുമുള്ള വിശ്വാസമല്ലാതെ അബൂബക്കർ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ഒരു ചില്ലി കാശ് പോലും അബൂബക്കർ ബാക്കി വെച്ചിട്ടില്ല, മുഴുവൻ കൊണ്ടുവന്ന റസൂലെ. ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറയുകയാണ്, അബൂബക്കറിനോട് മത്സരിച്ച് ജയിക്കുവാൻ, അബൂബക്കറിനെ തോൽപ്പിക്കുവാൻ ഉമറിന് സാധിക്കുകയില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഫഅനി മാലുൻ ഖത്തു മാ നഫഅനി മാലു അബീബക്കർ, അബൂബക്കറിന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചതുപോലെ മറ്റൊരു സമ്പത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല. വകാന യഖ്ലി ഫീ മാലി അബീബക്കർ കമാ യഖ്ലി ഫീ മാലി നഫ്സിഹി, സ്വന്തം സമ്പത്ത് ചെലവഴിക്കുന്നത് പോലെയായിരുന്നു അബൂബക്കറിന്റെ സമ്പത്ത് റസൂലുള്ളാഹി ചെലവഴിച്ചിരുന്നത് എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും. അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒട്ടി നിന്ന വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, റസൂലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അബൂബക്കറിന്റെ ചരിത്രം പഠിക്കാതെ അത് പൂർണ്ണമാവുകയില്ല. അബൂബക്കറിന്റെ ചരിത്രം മനസ്സിലാക്കാതെ റസൂലുള്ളാഹിയുടെ ചരിത്രം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. കാരണം റസൂലിനോട് അത്രയും ഒട്ടി നിന്ന വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ധാരാളമായി അടിമമോചനത്തിന് സമ്പത്ത് ചെലവഴിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ആമിർ ഇബ്നു ഫുഹൈറ, സുന്നൈറ, അതുപോലെ നഹ്ദിയ, ഉമ്മു ഉബൈസ്, അതുപോലെ ജാരിയത്തു ബനി മുഅമ്മൽ, ബിലാൽ റളിയല്ലാഹു അൻഹു മജ്മഈൻ, ഇവരെ എല്ലാം മോചിപ്പിച്ചത്, ഇതിലും ഒരുപാട് അടിമകളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഞാൻ സൂചിപ്പിച്ചു, അദ്ദേഹത്തിന്റെ സമ്പത്ത് അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ഈ രൂപത്തിലാണ് ചെലവഴിച്ചത്. സമ്പത്ത് ചെലവഴിച്ച് അതുമൂലം
സ്വർഗം കരസ്ഥമാക്കിയെടുത്ത വ്യക്തിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഇബാദത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗങ്ങളുടെ വിഷയത്തിലുള്ള ചരിത്രങ്ങളെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നാളെ സ്വർഗത്തിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം റസൂലുള്ളാഹിയെ സ്നേഹിച്ചതുപോലെ റസൂലുള്ളാഹിയെ സ്നേഹിക്കാനുള്ള ഈമാൻ അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.